ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിലെ പീഡാനുഭവ ആഴ്ചയുടെ 2-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയിൽ നമ്മൾ ധ്യാനിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. കൈസർക്ക് കരം കൊടുക്കുന്നതിനെക്കുറിച്ചും പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സാദൂക്യരുടെ ചോദ്യത്തിന് കർത്താവ് വളരെ മനോഹരമായ മറുപടി നൽകുന്നതുമാണ് ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ. കൈസർക്ക് തലവരി കൊടുക്കുന്നതിനെക്കുറിച്ച് പരീശന്മാർ അവനെ വാക്കിൽ കൊടുക്കുവാൻ തക്കവണ്ണം സമീപിക്കുകയും അവൻ ഒരു നാണയമെടുത്ത് ആ നാണയത്തിൻ്റെ ഇരുവശങ്ങളിലുള്ള കൈസരുടെ ചിഹ്നത്തിനുള്ളത് കൈസർക്ക് കൊടുക്കുവാനും പറയുന്നു. അപ്രകാരം ദൈവത്തിന് നൽകുവാനുള്ളത് ദൈവത്തിനും കൈസർക്ക് നൽകുവാനുള്ളത് കൈസർക്കും കൊടുക്കുവിനെന്ന് പറഞ്ഞ് അവരുടെ വായടപ്പിക്കുന്ന ഒരനുഭവം. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ അനുവർത്തികളായി ജീവിക്കുമ്പോൾ ദേവാലയ ശുശ്രൂഷകളിലും നമ്മൾ ഏർപ്പെടുന്ന നമ്മുടെ പ്രാവർത്തിക മണ്ഡലങ്ങളിലും ഇരുഭാഗത്തും ഒരുപോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ അപ്രകാരം ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരു ജീവിതചര്യകൾ ഉണ്ടാകുവാൻ ഈ ഭാഗം നമ്മോട് പറയുകയാണ്. കർത്താവ് പരീശന്മാരെ വിളിക്കുന്നത് കപടഭക്തരെ എന്നാണ് ഈ വേദഭാഗത്ത്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും നമ്മൾ ഏർപ്പെടുന്ന മേഖലയിലെല്ലാം തന്നെ കപടത ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെ കപടതയില്ലാത്ത, മുഖംമൂടികൾ അണിയാത്ത നല്ല മനുഷ്യരായി തീരുവാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തിനുള്ളത് ആത്മാർത്ഥമായി നൽകുമ്പോഴും നമ്മുടെ സാമൂഹിക ജീവിത മണ്ഡലങ്ങളിലെല്ലാം തന്നെ അപ്രകാരം അവിടെയും നമ്മൾ മാന്യമായി നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല മാതൃകകളെ എല്ലാവർക്കും സാക്ഷിക്കുവാൻ തക്കവണ്ണം സാധ്യമാകുന്നതുമായിട്ട് ഒരുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഇരുവശങ്ങളിലും നമുക്ക് ഒരു തുലനമുണ്ടാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. രണ്ടാമതായി, പുനരുത്ഥാനത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുമ്പോൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ്ക കൊണ്ട് തെറ്റിപ്പോകുന്ന സാധൂക്യരുടെ അനുഭവത്തെ അവിടെ എടുത്തു പറയുന്നു. നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ജീവിതത്തിലും തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള അറിവും ദൈവശക്തിയെക്കുറിച്ചും നമ്മൾ അറിവില്ലാതെ പോകരുത് എന്ന് ക്രിസ്തു നമ്മോട് പറയുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് അവിടെ മാലാഖമാർക്ക് സമമായി ദൈവം നമ്മെ ഒരുക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ അനേക വാസസ്ഥലങ്ങൾ നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ കർത്താവിൻ്റെ പീഡാനുഭവ വാരത്തിൽ നമ്മൾ പുനരുത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാലാഖമാരെ പോലെ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കപ്പെടുവാൻ വെള്ള നിലയങ്കി ധരിച്ച് കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് പുതിയ നിയമസഭയുടെ ആരാധന സ്വർഗത്തിൽ ഉള്ളതുപോലെ നമുക്കും അതിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം സാധ്യമാകണം. ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ച് മാനുഷികമായും ആത്മീകമായും ഒരുക്കമുള്ളവരായി ജീവിക്കുവാൻ, കപടഭക്തിയില്ലാതെ നിർമ്മല ഹൃദയത്തോടുകൂടി ദൈവത്തെ ആരാധിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അതോടൊപ്പം കർത്താവിൻ്റെ ശക്തിയിലും പുനരുത്ഥാനത്തിലും വിശ്വാസമുള്ളവരായി മാലാഖമാരെ പോലെ വരുവാനുള്ള ലോകത്തിൽ ജീവിക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. ആ ഭാഗ്യാവസ്ഥ പ്രാപിക്കുവാൻ എൻ്റെ ജീവിതത്തെ അവിടുന്ന് ഒരുക്കണമേ എന്ന് നമുക്ക് ധ്യാനിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.